ഇതായിട്ട് നമ്മൾ പുതിയൊരു ചട്ടി വാങ്ങിയത്. ഇത് ഇരുമ്പ് ചട്ടി കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് ഇരുമ്പ് ചട്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ കയ്യിലൊക്കെ കരി വന്നത് കണ്ടോ. നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഉരച്ചപ്പോഴും കണ്ടോ നന്നായിട്ട് കരിയുണ്ട്. അപ്പോൾ ഇത് സംഭവം അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഷീറ്റ് ഇതൊരു ഇരുമ്പിൻ്റെ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അത് നന്നായിട്ടുണ്ടാവും. അപ്പം നമ്മളിത് മയക്കിയെടുക്കണം. ഈ ചട്ടി നമുക്ക് ഉപയോഗിക്കേണ്ട രീതിക്ക് മാറ്റണം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ ചട്ടി കണ്ടോ. ഇനി നമ്മളിത് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇതാ നമ്മളെ ചട്ടിയിലോട്ട് കുറച്ച് എന്തെണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവറാണ്. സൺഫ്ലവർ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ഞാൻ ചട്ടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ഇപ്പോൾ വാങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഈ ചട്ടിയിൽ 4 പുറം നമ്മൾ ഈ എണ്ണ ആക്കണം കേട്ടോ. ഇനി ഞാനിങ്ങനെ വീഡിയോ എടുക്കുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും കാണാത്തത്. അപ്പം ഞാനിത് ഒരു നമ്മൾ ബ്രഷ് എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മന്തിയിൽ എടുത്തിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് നന്നായിട്ട്, ഇപ്പം നമ്മളിത് നേരത്തെ എടുത്ത മന്തിയിൽ തന്നെയാണ്, ഇപ്പം ജസ്റ്റ് നമ്മളിതാ ചട്ടിയിൽ ഫുള്ളായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ ചട്ടി ഒന്ന് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതേ കണ്ടോ, ഞാനിത് ഫുള്ളായിട്ട് എണ്ണയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ എണ്ണയൊക്കെ ആക്കിയപ്പോൾ തന്നെ വേറൊരു ഐറ്റം ചട്ടി പോലെ അല്ലേ. അവർ അപ്പം തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ, നമ്മളിത് സാധാ ഒന്ന് കഴുകിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഇപ്പം നമ്മൾ കണ്ടോ, നമ്മളെ മനതിയിൽ തന്നെ നല്ല ഇതുണ്ട് കളറ്. അപ്പം അത്യാവശ്യം നമുക്കൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇരുമ്പിൻ്റെ അതേ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് കണ്ടോ, ഇപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഇപ്പോൾ വാങ്ങിച്ച ഈ ചട്ടി ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുക്കർ വെച്ചതുകൊണ്ട് ഈ ചട്ടി നേരെ ഇരിക്കുന്നില്ല കേട്ടോ. ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതേപോലെ നമ്മളെ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം എന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ പിന്നെ അയണിൻ്റെ ചട്ടി. അപ്പം ഞാനും ഇതേപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടോ അങ്ങനെ വാങ്ങാൻ തീരുമാനിച്ച് വാങ്ങിയതാട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഫയരി ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ക്ലീനാക്കി എടുക്കാം. കഴുകിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഈ ചട്ടിയിലൊന്ന് പുരട്ടി കൊടുക്കും കേട്ടോ. ഇത് വിനാഗിരി ഉണ്ടോ, ഞാനിപ്പോൾ ഇതിൽ വെള്ളം വെച്ച് കേട്ടോ. നമ്മൾ അതിനൊക്കെ ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ചട്ടി. ഇപ്പോൾ ഇതാ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് ഫയരി വെച്ച് കഴുകി. ഇനി ഞാനിതാ ഇതിലൊരു പേപ്പർ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ ഇതാ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ചട്ടി എടുത്ത് തുടച്ചപ്പോൾ കണ്ടില്ലേ, ഇപ്പം തന്നെ ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രോസസ്സ് കൂടെ ചെയ്യാണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇപ്പം നമ്മളെ ചട്ടി അകത്തൊന്നും ഒരു കരിയില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ സൈഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ചട്ടി. ഇതുണ്ടോ ബാക്ക് സൈഡിൽ ചെറുതായിട്ട് ഇതുണ്ടോ കരിയുണ്ട്. അപ്പം നമ്മളിനി ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാൻ സൺഫ്ലവറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ ഇതിൽ സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചട്ടീൻ്റെ എല്ലാ ഭാഗത്തും താഴെ മേലെയും എല്ലായിടത്തും നമുക്കിതൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ചട്ടി ശരിയാക്കിയിട്ടുണ്ട്, എണ്ണ പാർന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടോ, നമ്മൾ ചട്ടീൻ്റെ ആകൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ പാർന്നിട്ട് നമ്മളെ ചട്ടി നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഇനി അതിലൊരു സവാള കണ്ടോ, ഞാനൊരു സവാള എടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് ചട്ടിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് തനിച്ച് കൊടുക്കണം. ആദ്യം വരണം. അപ്പോൾ ഇത് കണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഈ സവാള
ഉരച്ചു കൊടുക്കണം. അതിൻ്റെ കളറ് പോകാൻ വേണ്ടി. ഇപ്പം നമ്മൾ സവാളയുടെ കളർ കണ്ടോ, ഒരു ബ്രൗൺ കളറായിട്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് തനിച്ച് കൊടുക്കും. ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. നല്ല ചൂടാവട്ടെ ചട്ടി. അപ്പോൾ ഇതാ നമ്മൾ സവാള കണ്ടോ. സവാള നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല വീണ്ടും. നമ്മളിത് ചട്ടി മയക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ട് പനിച്ച് കൊടുക്കട്ടെ. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ചൂടായാൽ മതി. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഈ ചട്ടി നമ്മൾ ഒരു സവാളയും വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടോ. ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ചട്ടി മയക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് നമ്മളെ ചട്ടിയിൽ പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. അപ്പം നമ്മുടെ ഇതിൽ നമ്മൾ സവാള കണ്ടു. ഒരു വലിയ കരിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ചട്ടി മയക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചട്ടിയിൽ പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് മയങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിൽ തയ്യാറാക്കാം.